തിരിഞ്ഞില്ലേ അതിനെ വിഷമിപ്പിക്കുന്നു. ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മിതികൾ പലതുമായിട്ടുള്ളത്. മഹാദേവക്ഷേത്രം പി ഡി ദേവസ്വത്തിൻ്റെയാണ്. അതിന് 55 കോടി രൂപയോളം ഇവിടെ ഫണ്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ആ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശോചനീയാവസ്ഥകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൊല്ലം MLA-യും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഇന്ന് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ക്ഷേത്രത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ ദേവസ്വം ഓഫീസർമാരോടും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക കമ്മിറ്റിയോടും വിശദമായി ചോദിച്ചറിഞ്ഞു. ഏറ്റവും വേഗത്തിൽ തന്നെ ഇതിനാവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുമെന്ന് മന്ത്രി ഭാരവാഹികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻ കവാടവും പിൻകവാടവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന അതീവ അപകടകരമായ ഒരവസ്ഥയിലാണെന്ന് ഭക്തജനങ്ങൾ അഞ്ചാലുമൂട് ലൈവിനോട് പറഞ്ഞത്. തിരിഞ്ഞില്ലേ അതിനെ വിഷമിപ്പിക്കുന്നു. ഒരു വേള ജീവന് ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മിതികൾ പലതുമായിട്ടുള്ളത്. നിവേദനങ്ങൾ പലതും നൽകിയെങ്കിലും ചർച്ചകൾ പലതും നടത്തിയെങ്കിലും അതൊന്നും കാര്യമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. പണികൾ തുടങ്ങാൻ കാലതാമസം നേരിടുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നു നോക്കിയപ്പോൾ ഈ 2 ഗോപുരങ്ങളും ഏത് നിമിഷവും നിലം പൊത്താവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. സദ്യാലയം അടക്കം ആ കെട്ടിടങ്ങളെല്ലാം തന്നെ, അതോടൊപ്പം ജീവനക്കാർ താമസിക്കുന്ന ആനക്കൊട്ടിലൂരിൻ്റെ അടുത്തുള്ള ജീവനക്കാർ താമസിക്കുന്ന സ്ഥലം, അതെല്ലാം തന്നെ നാശോന്മുഖമായിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജൻ മഹാദേവൻ്റെ പ്രിയപ്പെട്ട തൃക്കടവൂർ ശിവരാജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവസ്വത്തിനടക്കം ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഗജവീരനാണ്. തൃക്കടവൂർ ശിവരാജുവിൻ്റെ താമസിക്കുന്ന സ്ഥലം പോലും നേരെയാക്കിയല്ല, വളരെ മോശം സാഹചര്യത്തിലാണുള്ളത്. അതെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഭരണസമിതി ഭക്തജനങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദേവസ്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര നടപടികൾ എടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ക്ഷേത്രത്തിലെ ഗജവീരനായ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട തൃക്കടവൂർ ശിവരാജുവിനെ പരിപാലിക്കുന്ന പാപ്പാന്മാർ താമസിക്കുന്ന ബിൽഡിങ്, ലക്ഷങ്ങൾ വരുമാനമുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നമ്മുടെ ശിവരാജുവിൻ്റെ പാപ്പാന്മാർ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. ഏതു സമയം ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ്.
ദുരവസ്ഥ നേരിൽ കണ്ട മിനിസ്റ്റർ ഇതിന് ശാശ്വത പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ നമ്മുടെ ക്ഷേത്രം സന്ദർശിക്കുകയും അമ്പലത്തിൻ്റെ ശോചനീയ അവസ്ഥകൾ, ക്ഷേത്ര ഗോപുരങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, മറ്റ് സ്ഥലങ്ങളെല്ലാം അവരെ കൊണ്ട് കാണിക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ അവർ ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു. ശ്രീ മഹാദേവക്ഷേത്രം പി ഡി ദേവസ്വത്തിൻ്റെയാണ്. അതിൽ 55 കോടി രൂപയോളം ഇവിടെ ഫണ്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ആ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ പള്ളിവട്ടച്ചിറയിൽ 5 ഏക്കർ സ്ഥലം, അത് 2 സ്ഥലം മാത്രമേ കാമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുള്ളൂ. ബാക്കി 2 സ്ഥലം ഇനി കാമ്പൗണ്ട് വാൾ കെട്ടാനുണ്ട്. അതും നടപടിയായിട്ടില്ല. ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം തന്നിട്ടാണ് അവർ പിരിഞ്ഞു കാണുന്നത്. ഇതിനൊക്കെ അപ്പുറം ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒരുപോലെ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന മറ്റൊരു വസ്തു കൂടിയുണ്ട്. തൃക്കടവൂർ ദേവസ്വത്തിന്റെ പക്കൽ 55 കോടി രൂപയോളമാണ് നിലവിലുള്ളത്. TD ദേവസ്വത്തിന്റെ പക്കം ഇത്രയും ഭീമമായ ഒരു തുക കൈവശമുണ്ടായിട്ടും ക്ഷേത്രത്തിന്റെ അത്യാവശ്യം വേണ്ട അറ്റകുറ്റപ്പണികൾക്ക് പോലും 1 രൂപ അനുവദിക്കാൻ തയ്യാറാകാത്ത ദേവസ്വം ബോർഡിന്റെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ ഫണ്ട് അടിയന്തിരമായി അനുവദിച്ച് ക്ഷേത്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. മന്ത്രിയുടെ ഇടപെടലോടെ ക്ഷേത്രത്തിന്റെ കവാടങ്ങൾക്കും പാപ്പാന്മാരുടെ താമസ സ്ഥലത്തിനും പുതിയൊരു ജീവൻ ലഭിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു.